നമസ്കാരം. ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നതിനെ ചൊല്ലി ഇന്ന് വിവാദങ്ങൾ നടക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ട എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്ന് നോക്കാം. എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 ചരണങ്ങൾ മാതൃഭൂമിയുടെ പ്രകൃതി ഭംഗിയെയും സമൃദ്ധിയെയും മാതൃസ്നേഹത്തെയുമാണ് വർണ്ണിക്കുന്നത്. ഇതിൽ പ്രത്യേക മതചിഹ്നങ്ങളോ ആരാധനാപരമായ പരാമർശങ്ങളോ ഇല്ല. എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ നിൽക്കാൻ സാധിക്കുന്നു. തുടർന്നുള്ള ചരണങ്ങൾ മാതൃഭൂമിയെ ദുർഗ, ലക്ഷ്മി, സരസ്വതി തുടങ്ങിയ ഹൈന്ദവ ദേവതകളോട് ഉപമിക്കുന്നു. ഇത് ചില ഏകദൈവ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. 1937 കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേമാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത്. അന്ന് മഹാത്മജിയും നെഹ്റുവും പട്ടേലും നേതാജിയും വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 വരികൾ ദേശീയ ഗീതമായി അംഗീകരിച്ചു. പിന്നീട് ആനന്ദമഠം എന്ന പുസ്തകത്തിൽ ചേർത്ത വരികൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അസ്തിത്വം എന്നതിൽ ഉപരി ദൈവസങ്കല്പമായി കണക്കാക്കി ആരാധിക്കുന്നതാണ്. മതേതര ഇന്ത്യ എന്ന സങ്കല്പവുമായി ഇത് പൊരുത്തപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആദ്യത്തെ 2 ഭാഗങ്ങൾ മാത്രം എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കും പൊതുവായി ആലപിക്കാമെന്ന നിലപാടിൽ എത്തിയത്. ബ്രിട്ടീഷ് പരമാധികാരത്തെ ചെറുത്തു നിർത്തി ഇന്ത്യൻ ദേശീയ ഗാനം ഉയർത്തിക്കാട്ടിയ പ്രതീകമാണ് വന്ദേമാതരം. അത് പൂർണ്ണമായി ആലപിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചിലർ ചോദിക്കുമ്പോൾ അതിൽ തെറ്റുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. വന്ദേമാതരം കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നാമെങ്കിലും സത്യത്തിൽ അതത്ര ലളിതമല്ല. 1875 നവംബർ 7 ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിക്കുന്നത്. 1896 കോൺഗ്രസിന്റെ കൊൽക്കത്തയിലെ ദേശീയ സമ്മേളനത്തിൽ വെച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ വന്ദേമാതരം ആദ്യമായി ആലപിച്ചത്. 1937 വന്ദേമാതരത്തെ ഇന്ത്യൻ ദേശീയ ഗീതമായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഇത്രയും വൈവിധ്യം നിറഞ്ഞ വന്ദേമാതരമാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പൂർണ്ണമായി ആലപിക്കണം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ രാജ്യത്തിന്റെ വൈവിധ്യവും മതേതരത്വവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 ചരണങ്ങൾ ആലപിച്ചു പോകുന്നതല്ലേ നല്ലത്.